ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ. ഇത് പെരുന്നാളിൻ്റെ തലേന്ന് എടുത്ത വീഡിയോയാണ്. ഇന്നാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം കിട്ടിയത്. അപ്പോൾ ഈ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് മുളക് പൊടി 2 സ്പൂൺ എരിവിനനുസരിച്ചിടാമേ. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചി ചതച്ചത്, പിന്നെ മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, മെയിനായിട്ടുള്ള ബട്ടറാണ്. അതൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാമേ. ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അത് കഴിഞ്ഞ് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാമേ. ഇപ്പോൾ റെസ്റ്റ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് അമൂലിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ബട്ടറിനെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. മെൽറ്റ് ആയതിന് ശേഷം നമുക്കിതിൽ ഓരോ പീസ് ചിക്കൻ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് ബട്ടർ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതെടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് തക്കാളി, ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ വീണ്ടും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. പിന്നെ നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത ഈ തക്കാളിയും ഉള്ളി, ഇഞ്ചിയൊക്കെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്ത്, പിന്നെ അതിന് വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി, അതിന് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം, ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബട്ടറിൽ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇതും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ചത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇതെല്ലാം കോരി നമ്മൾ മിക്സിയിലേക്കിട്ട് അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചരുവത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ പീസ് ബട്ടറിൽ ഫ്രൈ ആക്കിയ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്ത ഫുൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാമേ. കുറച്ചൊരു 2 സ്പൂൺ ബട്ടർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഫ്രഷ് ക്രീം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഫൈനലാണിത് ചെയ്യേണ്ടത്. എല്ലാ സ്ഥലത്തും എത്തുന്നതിനായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ കസൂരി മേത്തിയാണ് ഇടേണ്ടത്. ഇതൊരു ലീഫാണ്, അത് കുറച്ച് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മല്ലിയിലേക്ക് ഇടുന്ന പോലെ ഇടാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി.